ഈ കുളിമുറി എന്ന് പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല, അറിയാമോ? കുളിമുറി എന്ന് പറയാൻ പാടില്ലാണ്ട് എനിക്കെതിരെ കേസെടുത്ത്. അപ്പം ഞാൻ മുനമ്പം സിയോട് ചോദിച്ച് ഇതെന്താ കേസ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കുളിമുറി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വികാരം വന്നെന്ന്. അപ്പോൾ ഞാൻ കുളിമുറി എന്ന് അത് കാര്യം പറയാനില്ല, വെള്ളം തലയിലൊഴിച്ച് സോപ്പ് മേത്ത് തേക്കണം എന്നൊക്കെ പറയണം. എൻ്റെ മരുമക്കളോട് പറയാൻ ഞാൻ ഇപ്പോൾ പറയണം, മോളെ ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയിലൊഴിച്ച് സോപ്പ് വെച്ച് വീണ്ടും വെള്ളം ഒഴിച്ച് ടർക്കി ഇട്ട് തുടക്കാനാണ് പറയണം. കുളിമുറി എന്ന് പറഞ്ഞാൽ കേസെടുക്കും കേരളത്തിൽ. സത്യം ഉണ്ടായ കാര്യമാണ്. എന്നിട്ട് ഈ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ഈ ഒരു ഹൈക്കോടതി പോയി ഒരു മുൻകൂർ ജാമ്യം എടുക്കണമെങ്കിൽ 50,000 രൂപ പോകും. ഇനി നടത്തണ്ടേ? അപ്പോൾ പോലീസിൻ്റെ കയ്യിൽ ഇത്ര ഊളത്തരമുണ്ട്. വേറൊരു രസം കൂടി അറിയോ, ഇതിനെന്നെ ചോദ്യം ചെയ്യാൻ മുനമ്പത്ത് വിളിച്ചു. ഞാൻ മുനമ്പത്ത് എന്ന് തന്നെ CA കൂടി ചോദ്യം ചെയ്യുകയാണ്. അപ്പം അവർ പറഞ്ഞു ഇത് പാർട്ടി ഇടപെട്ടിട്ട് ഞങ്ങൾ എടുത്തു പോയി, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലെന്ന്. അപ്പോൾ കൂലിപ്പണിയാണെന്ന് എന്നോട് പറഞ്ഞു. നോക്കിയപ്പോൾ DYFക്കാരും പാർട്ടിക്കാരും കൂടി ഒരു 50-60 പേര് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഉപരോധം. എന്നെ തല്ലണവർക്ക് പോലീസ് സ്റ്റേഷനിൽ. CA പാർട്ടിക്കാരവരോ വിളിച്ചു പറഞ്ഞിട്ട് CA എൻ്റെ കൈമ പിടിച്ച് പുറത്തോട്ട് ഇടാൻ നോക്കണം. ഞാൻ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറി ഇയാൾ എന്നെ തള്ളി പുറത്തിടും. എന്തിനാണെന്നറിയാം? ഇവരെ കൊണ്ട് തല്ലിക്കാൻ. ഞാൻ അകത്ത് നിന്നിട്ട് ആലുവ SP വിളിച്ചു പറഞ്ഞു, ആലുവ SP പോലീസ് സെക്യൂരിറ്റിയോടുകൂടിയാണ് എന്നെ ഹയത്ത് ഏജൻസി ഗ്രാൻഡ് ഹയത്ത് ബോൾഗാട്ടി വരെ എന്നെ കൊണ്ടുവന്നാക്കിയത്.